ഹായ്, ഞാൻ ജൂഡി. ഇന്ന് നമ്മുടെ കുഷ്യൻ്റെ ഒക്കെ കവറിൽ എങ്ങനെ സിബ് അറ്റാച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു സിബ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആ, 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ ഒരു തുണിയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിബ് ഞാൻ ഈ ഇവിടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ നടുക്കായിട്ടാണ്, അതായത് അധികം നീളമില്ലാത്തൊരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ നടുക്കായിട്ട് സിബ് വരുന്ന പോലെ ഞാനിവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് സിബ്. എന്നിട്ട് ഈ തുണി സിബിൻ്റെ ഇത് നല്ല വശമാണ്, സിബ് അടിയിൽ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഈ തുണി ഈ സിബിനകത്തോട്ട് കയറ്റിയിട്ട് സിബ് അടിയിൽ വരാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ സിബിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു വര ഇടുന്നുണ്ട്. അതുപോലെ തന്നെ സിബിൻ്റെ അടിയിലും ഒരു മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാം. ഫസ്റ്റത്തെ തുണി സിബിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത് അവിടെ വെച്ചിട്ട് നമുക്കൊരു തയ്യൽ കൊടുക്കാം. അപ്പം ഇത് തയ്ക്കുന്നതിന് നമ്മുടെ സിബിൻ്റെ ഫോട്ടോ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സിബിൽ ഫുള്ള് നമുക്കൊന്ന് താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഫസ്റ്റത്തെ തുണിയിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സിബ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത തുണി എടുക്കാം. തുണി എടുത്തിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇത് നമുക്ക് ഈ തുണീൻ്റെ മുകളിൽ വെക്കാം. അടുത്ത തുണി ഈ സിബിലല്ല വെക്കുന്നത്, ഫസ്റ്റ് നമ്മൾ തയ്ച്ചില്ലേ അവിടെ വരുന്ന രീതിയിൽ ഈ തുണി, അതായത് ഈ തയ്യൽ കാണാത്ത രീതിയിൽ നമുക്ക് ഈ തുണി ഇങ്ങനെ വെക്കാം. ഈ തുണീൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഇതിന് മുകളിലോട്ട് കയറ്റി വയ്ക്കാം. ഈ തയ്യലിൻ്റെ മുകളിൽ ഇത് വരുന്ന പോലെ നമുക്ക് ഇവിടുന്ന് തയ്ച്ചു കൊടുക്കാം, ഈ അറ്റത്തുനിന്ന്. എന്നിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ വരെ തയ്ക്കാം. അതിൻ്റെ മുകളിൽ കൂടെയാണ് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടം വരെ തയ്ക്കാം. അവിടെ ഒന്ന് നിർത്തിയിട്ട് പിന്നെ നമുക്ക് ഈ സിബ് ഞാൻ കയറ്റിയിടുകയാണ്. ആ ഇപ്പുറത്തോട്ട് ഇങ്ങനെ ഒരു തയ്യൽ കൊടുക്കാം. അടിയിൽ സിബൊക്കെ നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ട് വേണം ഒരടി കൊടുക്കാൻ. അതിനുശേഷം ഇവിടെ സിബില്ലേ, ആ സിബിൻ്റെ എൻ്റെ കൂടി നമുക്കിവിടെ കൂടെ തയ്യൽ തയ്ക്കണം. അപ്പം നമുക്ക് ഇവിടെ അതേ രീതിയിൽ തന്നെ നീക്കിയിടാൻ ശ്രദ്ധിക്കണം.
നമ്മൾ തയ്ക്കുമ്പോൾ എപ്പോഴും ഈ ഭാഗം ഇതേ ഒരേ ലെവലാകാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് താഴെ വരെ മാർക്ക് ചെയ്തിട്ടില്ലേ, താഴെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയാണ് മാർക്ക് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെയാണ്, ഈ സിബിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ വരെ തയ്ച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇനി ഇപ്പുറത്തോട്ട് തയ്ക്കണം. അതിനുശേഷം വീണ്ടും ഇപ്പം ബാക്കി തുണി ഇവിടെ വരുന്നില്ലേ, അതേ രീതിയിൽ നേരെ താഴത്തോട്ട് ഒരു തയ്യൽ കൊടുക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സിബ് കുഷനിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിബ് ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ അറിയാനും പറ്റില്ല. കണ്ടില്ലേ? കണ്ടില്ലേ? സിബ് ഓൾറെഡി ഇവിടെ ഉണ്ട്. നമുക്കത് തയ്യൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് സിബ് ഉണ്ടെന്ന് നമുക്ക് കാണാനും പറ്റില്ല. ഇനി നമുക്ക് ഇത് കവർ തയ്ച്ച് കഴിയുമ്പം ഈ സിബ് തുറന്ന് നമുക്ക് ഇതിൽ കൂടി പഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി നമുക്ക് കുഷൻ കവർ ചെയ്യാം. സിബ് നമുക്ക് അടയ്ക്കാം. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയില്ല. കണ്ടില്ലേ? ഇതിനകത്ത് ഓൾറെഡി സിബ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിങ്ങൾ തയ്യൽ വരിക, ആ സിബിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടൊരു തയ്യൽ തയ്ക്കുക, പിന്നെ ഈ വശം ഇങ്ങോട്ട് കയറ്റി ഇവിടുന്ന് താഴെ വരെ തയ്ക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ മാർക്ക് ഇട്ടത് ഇവിടെ കുത്തി നിർത്തിയിട്ട് ഈ മാർക്കിൻ്റെ അവിടെ വന്നിട്ട് ഈ രണ്ട് തുണിയും കൂടി യോജിപ്പിച്ച രീതിയിൽ ഇങ്ങോട്ടൊരു തയ്യൽ വരിക. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.